എല്ലാവർക്കും വിനീത നമസ്കാരം. സന്ദേശമാല എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണത്തിൽ നിന്നാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പലപ്പോഴും യാത്രയിലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ ചേർത്ത് വെച്ചാണ് സന്ദേശമാല പറയുന്നത്. ഇന്ന് വകതിരിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ടത് വകതിരിവാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അളമാരിയിൽ വെച്ചാൽ വകതിരിവാവില്ല. ഒരു പെൺകുട്ടി മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വന്നതാണ്. വാഹനം അവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഓരോ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് പലതും വാങ്ങിച്ച് വന്ന് അവിടെ ക്ഷീരമുത്തശ്ശി എന്നൊരു മുത്തശ്ശിയുണ്ട്. ക്ഷീരയാണ് അവരുടെ കച്ചവടം. അതുകൊണ്ടാണ് അവരെ ക്ഷീരമുത്തശ്ശി എന്ന് വിളിക്കുക. എല്ലാവരും അവരെ ക്ഷീരമുത്തശ്ശിനാണ് വിളിക്കുക. ഈ കുട്ടി അവിടെ വന്നു. എന്നും മുത്തശ്ശിയോട് ക്ഷീര വാങ്ങുന്ന കുട്ടിയാണ്. കുട്ടി പറഞ്ഞു, മുത്തശ്ശി എനിക്കായിരുന്നു ഇപ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്. മുത്തശ്ശി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായിരിക്കുന്നു. മനസ്സിലായോ? മുത്തശ്ശി പത്രം വായിച്ചിരുന്നു. എനിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല മോളെ, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ടി വി കണ്ടോ? എനിക്ക് ടി വി ഒന്നുമില്ല. പിന്നെ എങ്ങനെ മുത്തശ്ശി ഇത് അറിഞ്ഞത്? എനിക്ക് വസ്ത്രം കിട്ടിയ കാര്യം പിന്നെ എങ്ങനെ മുത്തശ്ശി അറിഞ്ഞത്? അതിന് വലിയ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒന്നും വേണ്ട മോളെ. മോളിങ്ങോട്ട് വന്ന് എല്ലാവരും നടന്നു വരുന്ന വഴിയിൽ വണ്ടി അവിടെ നിർത്തി വെച്ചില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ആ പച്ചക്കറി കടൻ്റെ അവിടെ ചെന്നിട്ട് 1/2 കിലോ ഉള്ളി വാങ്ങി സഞ്ചിയിൽ വെച്ചു. 1/2 കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങി സഞ്ചിയിൽ വെച്ചു. അപ്പുറത്ത് പോയി കുറച്ച് പച്ചമുളക് വാങ്ങി സഞ്ചിയിൽ വെച്ചു. അവിടെ നിന്ന് 4 കോഴിമുട്ട വാങ്ങി സഞ്ചിയിൽ വെച്ചു. അതിൻ്റെ ഇപ്പുറത്ത് വന്ന് 4 നാളികേരം വാങ്ങി അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ടപ്പം മനസ്സിലായി നല്ല വകതിരിവുള്ള കുട്ടിയാണ്. അപ്പോഴാണ് കുട്ടി ശ്രദ്ധിക്കുന്നത്, കോഴിമുട്ട പൊട്ടിയിട്ട് സഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിക്കാൻ തുടങ്ങി. ഇതാണ് വകതിരിവില്ലായ്മ. മോളെ, വകതിരിവുണ്ടാകണം. ഫസ്റ്റ് റാങ്ക് കിട്ടിയോണ്ടായില്ല. ഈ വകതിരിവാണ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഏത് കാര്യത്തെ ചൊല്ലിയും. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരന് ആദ്യം ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു. നമ്മളപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വി ഓഫ് ചെയ്തു. അവരോട് കുശലം പറയണം. ഇതല്ലേ വകതിരിവ്? അതിന് പകരം ഒരു അതിഥി വന്നാൽ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരിക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളും ടി വി കാണാൻ. അയാളെന്താ ടി വി കാണാത്ത നാട്ടിൽ തോന്നാം? അതുപോലെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിഥി വന്നതെങ്കിൽ ഇങ്ങനെയാ മതി അതിഥിയോട് വർത്താനം പറയാം. അത് ശരി, എന്നിട്ട് മോൻ വന്നോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് വകതിരിവാണോ? അതിഥിയെ ബഹുമാനിക്കണ്ടേ? നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. എവിടെയാണ് നമുക്ക് പിഴച്ചത്? നമ്മുടെ സംസ്കാരമൊക്കെ എവിടെ പോയി? കുട്ടിക്കാലത്ത് ആർജിച്ചെടുക്കേണ്ട സംസ്കാരം നമ്മൾ മറന്നുപോയി.
എല്ലാവരും അച്ഛനമ്മമാർ മൊബൈലിൽ, മക്കൾ മൊബൈലിൽ, എല്ലാവർക്കും അവരുടേതായ ലോകം. അച്ഛനൊരു സമയത്ത് ആഹാരം കഴിക്കും, അമ്മ വേറൊരു സമയത്ത് ആഹാരം കഴിക്കും, മക്കൾ വേറൊരു സമയത്ത് ആഹാരം കഴിക്കും. കഴിക്കുന്നതോ ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കിയിട്ട്. ആഹാരത്തിനോടൊരു ബഹുമാനം നമ്മൾ കാണിക്കണ്ടേ? ഈശ്വര കൃപ കൊണ്ടല്ല ഇതവിടെ എത്തിയത്. ആ ഒരു ബഹുമാനം അതിന് കൊടുക്കണ്ടേ? വകതിരിവുണ്ടാവണം. വകതിരിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വെറുതെ ഒന്നാലോചിക്കും.